Welcome to the second part of Twin Flame Rehabilitation. So, Twin Flame relationship ആയിരുന്ന ആൾക്കാർ സെപ്പറേറ്റഡ് ആകുമ്പോൾ അവർ ഭയങ്കര ഡാർക്കറായിട്ടുള്ള രണ്ട് പ്ലേസസിലേക്ക് പുഷ്ഡ് ആവുകയാണ് അവരുടെ സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. ഇതേ സ്പിരിറ്റ്സ് അവരെ കൂടുതൽ പുൾ ബാക്ക് ചെയ്യാണ് പിന്നെ സംഭവിക്കുക എന്ന് പറയുന്നത്. കാര്യം ഇവർ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര ഇൻക്രെഡിബിളാണ്. അവരുടെ ഒരു സിങ്ക്രണൈസേഷനും ഭയങ്കര ഇൻക്രെഡിബിളാണ്. ബട്ട് they have to go in two different ways. So we have to analyze how to heal the pain when the separation happens. This is where all the work begins. To find where to look for what is to be healed. രണ്ട് കാര്യങ്ങളാണ് അതിൽ വരിക. ഒന്ന് മിറർ വർക്ക്, രണ്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. മിറർ വർക്ക്, നോട്ടീസ് ദാറ്റ് ദേ ആർ യുവർ മിറർ. അതായത് നമ്മൾ അവരിൽ ഓരോ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. അവരിൽ ഇഷ്ടമില്ലാത്തത് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ ആക്ച്വലി നമ്മളെ പറ്റിയുള്ള, നമുക്ക് തന്നെ ഇഷ്ടമല്ലാത്ത, നമ്മൾ ഡിസോൺ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ. അവരെ ജഡ്ജ് ചെയ്ത് നമ്മൾ പറയുന്ന വളരെ ഡാർക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഇന്നർ ഡാർക്കർ പാർട്സ് ആണെന്നും നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതിൻ്റെ അർത്ഥം ആ ഒരു ഡാർക്ക് ആസ്പെക്റ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് അതൊരു ഷെയ്മോ ഗിൽറ്റോ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണെന്നല്ല, അത് തിരിച്ചറിഞ്ഞ് നമ്മളതിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടിയുള്ളതാണ്. ഉദാഹരണം, ഹി ഓർ ഷീ വോണ്ട് കമ്മിറ്റ് ടു മീ, അതാണ് നമ്മുടെ കംപ്ലൈൻറ്റ്. പക്ഷേ ആക്ച്വലി യു ആർ നോട്ട് കമ്മിറ്റിംഗ് ടു യുവർ സെൽഫ്. നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ പ്ലാന്, നിങ്ങളുടെ എല്ലാ പരിപാടികളും പെൻഡിങ് ആണ്. നിങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികളിൽ കമ്മിറ്റഡ് ആകാതെ ഒന്നും പൂർത്തിയാക്കാതെ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. നമ്മൾ ചിന്തിക്കുകയാണ് ഹി ഓർ ഷീ നീഡ്സ് ടു ഗെറ്റ് സോബർ, അതായത് എപ്പോഴും നമ്മളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാതെ. സത്യത്തിൽ നമ്മളാണ് ഭയങ്കരമായിട്ടുള്ള അഡിക്റ്റീവ് തിങ്കിങ്ങിൽ ഏർപ്പെട്ടിട്ടിരിക്കുന്നത്. നമ്മളെ പറ്റിയാണ് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹി ഓർ ഷീ നീഡ്സ് ടു ബി നൈസ് ടു മീ. ആക്ച്വലി യു നീഡ് ടു ബി നൈസ് ടു യുവർ സെൽഫ്. യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. യു നീഡ് ടു സെറ്റ് ബൗണ്ടറീസ്. നിങ്ങളാണ് നിങ്ങളുടെ സെൽഫിനെ പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ വെൻ യു നോട്ടീസ് തിങ്സ് ഇൻ ദി അതർ പേഴ്സൺ, നിങ്ങൾ സെൽഫ് സാബട്ടാജിങ്, അവനവനെ തന്നെ ഡിസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുക. അടുത്തത് സെക്കൻഡ് വൺ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് വർക്കാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ഫീലിങ്സ് ഇവരുടെ അടുത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെ ഇത്രയധികം സന്തോഷിപ്പിച്ചതും അവർക്കൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് പ്രചോദനം തന്നതും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെ ഡിസൈർഡ് ആണെന്നുള്ളത്, നിങ്ങൾ വാണ്ടഡ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്റ്റീവ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ അവർ തന്ന അപ്രിസിയേഷൻ, അവരുടെ സ്നേഹം നിങ്ങൾക്ക് എക്സ്പ്രഷനിലൂടെ ലഭിച്ചത്, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഗുഡ് ഫീലിംഗ് ലിസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഒരു പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള പ്രിയപ്പെട്ട സിഗ്നിഫിക്കൻ്റായ ആൾക്കാരിൽ നിന്നും, അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ പാർട്ട്ണർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള പല ആൾക്കാരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് നടക്കാതിരുന്നത്, ലഭിക്കാതിരുന്നത് ഒക്കെ ആയിരിക്കും ഇത്തരം വാലിഡേഷൻ അവരിൽ നിന്ന് കിട്ടിയപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂടുതലായിട്ട് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, റീപേരൻറ്റിങ് എന്ന് പറയുന്നൊരു സ്കില്ല് നിങ്ങൾ കൂടുതലായിട്ട് വായിക്കുക എന്നുള്ളതാണ്. വാക്കുകൾ എല്ലാ കാലത്തും നമ്മുടെ മനസ്സിൽ വെളിച്ചം വീഴ്ത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. ഈ ഒരു ഇമോഷണൽ ഹേർട്ടിനപ്പുറത്തേക്ക് ഒരു ഫ്രീഡത്തിലേക്കും ഒരു പീസ്ഫുൾ ലൈഫിലേക്കും എങ്ങനെ പോകാമെന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു റീഡിങ്.